നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റക്കയ്യനായിട്ടുള്ള കൊടും കുറ്റവാളി ഒരു ആക്സോ ബ്ലേഡും കുറച്ച് ഉപ്പും കൊണ്ട് മാത്രം അതീവ സുരക്ഷിതത്വമുണ്ടായിരുന്ന ജയിലിന്റെ ഇരുമ്പഴികൾ അറുത്ത് ജയിൽ ചാടിയിരിക്കുന്നു. അയാൾക്കൊരാൾ പോലും സഹായം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് എവിടെ നിന്ന് സഹായം ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് അയാൾ ഒറ്റയ്ക്കായിരുന്നു ഇതിനെല്ലാം മുതിർന്നത്. വെറും 20 ദിവസത്തിനുള്ളിലുള്ള പ്ലാൻ ഉണ്ടാക്കി എല്ലാം കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്തത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒറ്റക്കൈയായിട്ടുള്ള ആ ഒരു കൊടും കുറ്റവാളിയാണ് എന്നാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്ന ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് അയാൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചിരുന്നില്ല. അയാൾ അതീവ ശക്തിശാലിയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് തുനിഞ്ഞത് എന്നും ഒറ്റയ്ക്ക് ജയിൽ ചാടിയതെന്നുമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല എന്നാണ് ആ റിപ്പോർട്ടിലെ ന്യായീകരണം. എന്നാൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചു എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി ജയിൽ DGPക്ക് കൈമാറുകയായിരുന്നു. ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ഗോവിന്ദച്ചാമിയെ ആരും സഹായിക്കാൻ ഇടപെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ആരുടെയും സഹായത്തോടെയല്ല. ഗോവിന്ദച്ചാമിയുടെ ഇടതു കൈക്ക് സാധാരണമായിട്ടുള്ള ഒരു കൈയിനേക്കാളുള്ള കരുത്തുണ്ട്. ഒരാളെ ഇടിക്കാൻ പോലും ഈ ഒരു കൈ കൊണ്ട് കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സെല്ലിൽ തുണി എങ്ങനെ എത്തി എന്നതിലാണ് പിന്നെയും ആശയക്കുഴപ്പമുള്ളത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെല്ലിൽ എലി കടക്കുന്നത് തടയാനാണ് ഗോവിന്ദച്ചാമി തുണി ചോദിച്ചതെന്നും ജയിൽ അധികൃതർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. റിമാൻഡ് തടവുകാർ അലക്കി ഉണക്കാനിട്ടപ്പോഴാകാം പ്രതി തുണി സംഘടിപ്പിച്ചത് എന്നുള്ള നിരീക്ഷണവുമുണ്ട്. ആദ്യത്തെ ചെറുമതിൽ ചാടിക്കടക്കാൻ 2 വീപ്പകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വീപ്പ മതിലിന് സമീപത്തായിരുന്നു. പൊക്കം കൂട്ടാൻ മറ്റൊരെണ്ണം കൂടെ ജയിൽ വളപ്പിൽ നിന്ന് ശേഖരിക്കുകയാണ് ഉണ്ടായത്. ജയിൽ അഴികൾ മുറിച്ചതിൽ വിശദമായ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എത്ര ദിവസം കൊണ്ട് ഏത് ആയുധം ഉപയോഗിച്ച് എന്നതാണ് ശാസ്ത്രീയമായി ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അരം പോലുള്ള ഉപകരണം ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ഇത് ഉപയോഗിച്ച ഇങ്ങനെ ഒരു കമ്പി മുറിക്കാൻ ഏറെ കാലം എടുക്കും എന്നുള്ള സംശയവും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ നടത്തിയിട്ടുള്ള സൗമ്യ കൊലക്കേസിലെ ജീവപര്യന്തം തടവ ശിക്ഷ അനുഭവിക്കുന്ന കൊടും കുറ്റവാളി ജയിൽ ചാടിയതിൽ 4 ജയിൽ ഉദ്യോഗസ്ഥർക്കെയാണ് സസ്പെൻഷൻ നൽകിയത്. എന്നാൽ നിലവിൽ ഇപ്പോൾ പുറത്തു നൽകിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് കണ്ട് അത് എത്രമാത്രം ആളുകൾക്ക് വിശ്വാസയോഗ്യമാണ് എന്നതൊരു ചോദ്യമാണ്. അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയോ ഒരു നിരീക്ഷണമോ അല്ല ഇതെന്നതാണ് പൊതുജനാഭിപ്രായം. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ജയിൽ അധികൃതർ പുറത്തുവിട്ട ഫോട്ടോ അത് പശുവിൻ്റെതാണ് എന്നതടക്കം, അതായത് CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് ജയിൽ അധികൃതർ നൽകിയിട്ടുള്ള ദൃശ്യങ്ങൾ അത് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ ഒരേപോലെ പൊടിയിടൽ നടപടിയായിരുന്നു എന്നതടക്കം ഉന്നയിച്ചുകൊണ്ട് ഇതിനൊക്കെ പിറകിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം PV അൻവർ രംഗത്തെത്തിയത്. നിരവധി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. PV അൻവർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ PV അൻവർ കുറ്റപ്പെടുത്തുന്നത് പിണറായി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധികമാരും ശ്രദ്ധ ചെലുത്തണമെന്നില്ല. കാരണം PV അൻവർ പലതവണ പല രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കെതിരെയും അതിശക്തമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തകർക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയത് കൊണ്ട് PV അൻവർ പിണറായി പോര് അത് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സംശയങ്ങൾ അധികമാരും ശ്രദ്ധയിൽപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമി വിഷയത്തിൽ അത് കൃത്യമായി മനസ്സിലാക്കിയേ മതിയാവും. കാരണം അത്രമാത്രം ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ, സംശയങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം PV അൻവർ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തന്റെ സ്വകാര്യ ഭൂമിയിലെ കൂറ്റൻ മതിലിന് മുന്നിലായി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എങ്ങനെയെന്ന് പോലീസ് പറയുന്ന മാതൃകയിൽ അൻവർ ആ ഒരു സംഭവം പുനരാവിഷ്കരിച്ചിരുന്നു. സർക്കാരിനു വേണ്ടി പോലീസും
ജയിൽ അധികൃതരും അവതരിപ്പിക്കുന്ന കഥ കള്ളമാണെന്നും വിവാദങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള നാടകമായിരുന്നു ഇതെന്നുമാണ്. അതായത് ഒരു നാടകമായിരുന്നു ഇയാളുടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്നുള്ള രീതിയിലാണ് PV അൻവർ കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉന്നയിച്ചത്. ജയിൽ അഴികളുടെ കമ്പിക്ക് സമാനമായിട്ടുള്ള കാസ്റ്റ് അയണം മുറിക്കാൻ ഉപയോഗിച്ച് എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡും ജയിൽ മതിലിന് സമാനമായിട്ടുള്ള കൂറ്റൻ മതിൽ കെട്ടിന് മുന്നിൽ അടുക്കി വെച്ച വീപ്പയും മുകളിലേക്ക് വലിച്ചു കയറാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന തുണിയിൽ തീർത്ത കയറുമെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് അൻവർ ജയിൽ ചാട്ട പുനരാവിഷ്കരണം നടത്തിയത്. ജയിൽ അധികൃതർ ഇപ്പോൾ പറയുന്ന കഥകൾ പ്രകാരം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒരിക്കലും സാധ്യമല്ല എന്നാണ് അൻവർ സമർത്ഥിച്ചിരിക്കുന്നത്. 1000 ഹാക്സോ ബ്ലേഡ് ഉണ്ട് എങ്കിൽ പോലും ജയിൽ കമ്പി വെറും 20 ദിവസം കൊണ്ട് മുറിക്കാൻ പറ്റില്ല, വളയ്ക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഗോവിന്ദചാമി മുറിച്ചതെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ള ചോദ്യം, അൻവറിന്റെ ചോദ്യം അതിവിടെ ഏറെ പ്രസക്തമാണ്. ജയിൽ വളപ്പിലെ കൂറ്റൻ മതിൽ ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ പരസ്പര സഹായമില്ലാതെ ചാടി എന്നത് അവിശ്വസനീയം തന്നെയാണ്. ഒരാൾ ജയിൽ ചാടുന്നത് രക്ഷപ്പെട്ട് നാട് വിടാനാകും, എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹം അല്ലെങ്കിൽ ഈ കുറ്റവാളി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നത് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2ഓളം തവണയാണ് ഗോവിന്ദചാമി ഒരേ സ്ഥലത്ത് വരികയും പോകുകയും ചെയ്തിരിക്കുന്നത്. പുലർച്ചെ പുറത്തിറങ്ങിയിട്ടും രാവിലെ 10-ന് പോലീസിനും നാട്ടുകാർക്കും പിടികൊടുക്കുന്നതുവരെ അയാൾ ആ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന രാഷ്ട്രീയ ചർച്ചയുടെ ഗതിമാറ്റത്തിനുള്ള ശ്രമമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിലെന്നാണ് PV അൻവറിന്റെ ആരോപണം. പ്രധാനമായിട്ടും PV അൻവർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്. അതായത് ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നതിന്റെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ, അതിനാണ് ഇവിടെ പ്രസക്ത. ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും ഇത്രയും സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുറ്റവാളിയും ജയിൽ ചാടാൻ പറ്റരുത് എന്ന ഉദ്ദേശത്തോടെ കിട്ടുന്ന ഒരു ജയിൽ അത് ചാടാൻ വേണ്ടി എങ്ങനെയാണ് ഇയാൾക്ക് സഹായമായി മാറിയത് എന്നുള്ള ഒരു ചില സംഭവങ്ങളുണ്ട്. അതിനെയൊക്കെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. അതിലെ പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അഴികൾ മുറിച്ചുവെന്നും ഉപ്പ് വെച്ച് കമ്പികൾക്ക് നാശം വരുത്തി എന്നുമാണ് ജയിൽ അധികൃതരുടെ വാദം. ഈ വാദം സ്ഥിരബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാനാവില്ല. 1000 ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചാലും ജയിലുകളുടെ കമ്പികൾ മുറിക്കാൻ കഴിയില്ല, വളച്ചെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും. 3 വീപ്പകൾ അടുക്കി വെച്ച ശേഷം ജയിൽ മതിലിലേക്ക് കയറി എന്നുള്ള വാദവും അംഗീകരിക്കാൻ പറ്റില്ല. അതെങ്ങനെ അംഗീകരിക്കാനാവുമെന്ന് ഇയാൾ ചോദിക്കുന്നു. വീപ്പയ്ക്ക് മുകളിൽ കയറിയ ശേഷം തുണികൾ കെട്ടി കമ്പി വേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് കയറാക്കി മാറ്റി മതിലിന് മുകളിലേക്ക് പിടിച്ചു കയറി എന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ ഒറ്റക്കയ്യനായിട്ടുള്ള ഒരാൾക്ക് ഇത്തരമൊരു സാഹസം മറ്റൊരാളുടെ സഹായമില്ലാതെ സാധ്യമല്ലല്ലോ എന്നും PV അൻവർ ചോദിക്കുകയാണ്. മാത്രമല്ല വീപ്പയിൽ നിന്നും കയറിന്റെ അറ്റത്തേക്ക് 5-6 മീറ്ററെങ്കിലും ഉയരമുണ്ട്. ഈ ദൂരം ഹെലികോപ്റ്ററിന് പറന്നു പിടിച്ചോ എന്നുള്ള രീതിയിലാണ് PV അൻവർ ചോദിച്ചിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് ജയിൽ ചാടിയ വ്യക്തി രാവിലെ 10 മണി വരെ ജയിൽ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ നടന്നാൽ എത്താവുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലും അയാൾ പോയിരുന്നില്ല. നിരവധി ലോറികളും കടന്നു പോകുന്ന പാതയാണ് ഇത്. ഇതുവഴിയും അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നത് സംശയാസ്പദം തന്നെയാണ്. അതുമാത്രമല്ല, നിലവിൽ ഈ ഒരു വിഷയം പുറത്തു വരുമ്പോൾ ഇതിനു മുമ്പ് ഈ ജയിലിൽ ഉണ്ടായിരുന്ന ഈ സെല്ലിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ജയിൽ ചാടിയിട്ടുള്ള ഒരാൾ, അതായത് 2010 റിപ്പർ ജയാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ 2025 ഗോവിന്ദചാമി, ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സെയിം സെല്ലിൽ നിന്ന്, ഒരേ ജയിലിൽ നിന്ന്, ഒരേ ബ്ലോക്കിൽ നിന്ന് രണ്ടുപേരും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ജയിൽ ചാടിയിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് സ്വീകരിച്ച രീതികൾ രണ്ടും ഏതാണ്ട് സമാനം തന്നെയാണ്. രണ്ടുപേരും സെല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നു. റിപ്പർ ജയാനന്ദനാകട്ടെ ജയിൽ ചാടിയത് 2 തവണയാണ് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ജയിലിന് ഇത്രമാത്രം സുരക്ഷിതത്വമോ ഉള്ളൂ? പിന്നെ എന്തിനാണ് നീതിന്യായ വ്യവസ്ഥയിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരാളെ നമ്മൾ കോടതിയിലൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കി ജയിലിൽ അടയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച്
ഗോവിന്ദചാമിയെ പോലുള്ള ഒരാളൊക്കെ ജയിൽ ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് നമുക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഏറ്റവും വലിയ കൊടും കുറ്റകൃത്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അയാൾ ജയിലിൽ നിന്ന് പോലും പലരോടും താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയും സമാന രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്യുമെന്നുള്ള വീരവാദമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികളെ പോലും ഇത്തരം നിസ്സാരമായിട്ട് ജയിൽ ചാടാൻ അനുവദിക്കുന്ന തരത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും PV അൻവറിന്റെ സംശയങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് പോലീസിന്റെ പുതിയ അന്വേഷണ റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം PV അൻവർ ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഒരു ഒറ്റക്കൈ മാത്രമുള്ള ഒരു വ്യക്തിക്ക് ഇത്ര നിസ്സാരമായിട്ട് 20 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജയിൽ ചാടാനുള്ള സംഭവങ്ങൾ നടക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ അത്രമാത്രം വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.